ക്രൈസ്തവ സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് കേസരി വാരികയിൽ ഒരു ലേഖനം വന്നിരിക്കുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ഒരു ഭാഗത്ത് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തെ ക്രൂരമായി അതിക്രമം നടത്തുന്ന അല്ലെങ്കിൽ അടിച്ചൊതുക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. കന്യാസ്ത്രീകളെ ജയിലിലിടുന്നു. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതപരിവർത്തനം ആരോപിച്ച് നിരവധിയായ വേട്ടയാടലുകൾ ഉത്തരേന്ത്യയുടെ തെരുവീതികളിൽ നടക്കുന്ന ദിനംപ്രതി കാണുകയാണ്. മലയാളികളായ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിന്റെ സമരം കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പേ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ആ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച് അവർക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ BJPയുടെ എല്ലാ നേതാക്കന്മാരും ഈ കന്യാസ്ത്രീകളുടെ വസതികളിലെത്തുന്നു, അരമനകൾ കയറിയിറങ്ങുന്നു. അതിനു മുമ്പും കന്യാസ്ത്രീകൾക്കെതിരായ നടപടി ഉണ്ടാകുന്നതിന് മുമ്പും രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായതിനു ശേഷം അരമനകൾ മുഴുവൻ കയറിയിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ക്രിസ്മസിന് കേക്കുമായി അവരുടെ അടുക്കലേക്ക് എത്തുന്നു. അതോടൊപ്പം സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നു. ഇത്തരത്തിൽ കേരളത്തിൽ തനിച്ച് അധികാരത്തിലെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ കൊണ്ട് മാത്രം അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന തിരിച്ചറിഞ്ഞ BJP നേതൃത്വം ഒരു ഭാഗത്ത് ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ഈ സംഘപരിവാർ സംഘടനകൾ ഒന്ന് തന്നെയായ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ES ബിജു ഒരു ലേഖനം കേസരി വാരികയിൽ നിന്ന് ക്രൂരമായ രൂപത്തിൽ ക്രൈസ്തവ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ ലേഖനം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് മതപരിവർത്തനത്തിന്റെ ലോബികളായി ഈ ക്രൈസ്തവ സമൂഹത്തെയും കന്യാസ്ത്രീ സമൂഹത്തെയും ഈ ലേഖനത്തിൽ അടച്ചാക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യം. പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്ന രൂപത്തിലാണ് ഈ ക്രൈസ്തവ സഭാ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആദിവാസി വിഭാഗത്തിലേക്ക് അടക്കം എത്തുന്നത്. അവരുടെ പട്ടിണിയും അവരുടെ പ്രയാസങ്ങളും മുതലെടുത്ത് അവർക്ക് പട്ടിണി മാറ്റാൻ വേണ്ട അവശ്യ വസ്തുക്കൾ എത്തിച്ചു നൽകി അവരെ ക്രൈസ്തവ മതവിഭാഗത്തിലേക്ക് ചേർക്കുന്ന മതപരിവർത്തന ലോബി തന്നെ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ലോബികളെ നിയന്ത്രിക്കേണ്ട ആവശ്യകതയാണ് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഭാഗത്ത് ക്രൈസ്തവ സമൂഹത്തെ തലോടുകയും മറുഭാഗത്ത് തല്ലുകയും ചെയ്യുന്ന സംഘപരിവാറിന്റെ ഇരട്ടത്താപ്പാണ് ഈ ലേഖനത്തോടെ തുറന്നു കാണിക്കുന്നത്. ഇരയോടൊപ്പം മൂടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സംഘപരിവാറിന്റെ മറ്റൊരു മുഖം നമ്മൾ കാണുകയാണ്. പക്ഷേ കേരളത്തിലെ ഒരു വിഭാഗം ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാർ ഇപ്പോഴും BJPയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആളുകളുടെ കണ്ണു തുറക്കേണ്ട ലേഖനമാണ് ഇത്. കേസരി വാരികയിൽ ആദ്യമായിട്ടൊന്നല്ല ഇത്തരം ലേഖനം എഴുതുന്നത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരായ RV ബാബുവിനെ പോലെ, ശശികലയെ പോലുള്ള ആളുകൾ ഈ വിഷം തുപ്പുന്ന നിരവധിയായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിച്ച് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന തരത്തിൽ അല്ല എന്ന രൂപത്തിലാണ് ചില മത നേതാക്കന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ മത നേതാക്കന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോഴും BJPയോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ ചേർത്ത് പിടിക്കുന്ന അതേ സംഘപരിവാർ തന്നെയാണ് ഉത്തരേന്ത്യയിൽ അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ കർണാടകയിൽ മതപരിവർത്തനം ആരോപിച്ച് ക്രൈസ്തവ പുരോഹിതന്മാരെ ആക്രമിക്കുന്ന ബജ്രംഗ് ദൾ നേതാക്കന്മാരുടെ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഹൈദരാബാദിൽ അല്ലെങ്കിൽ തെലങ്കാനയിലും ആന്ധ്രയിലുമെല്ലാം ഇത്തരത്തിൽ സംഘപരിവാറിന് അല്ലെങ്കിൽ ബജ്രംഗ് ദളിനെ പോലെയുള്ള വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെയുള്ള സംഘടനകൾക്ക് അവരുടെ നേതാക്കന്മാർ, അവരുടെ പ്രാദേശിക നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ അതിക്രമം നടക്കുന്നത്. ഈ അതിക്രമം നടത്തുന്ന ആളുകളെ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു കേസ് എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. പകരം ഈ താൻ ഏത് മതത്തിൽ വിശ്വസിക്കാനും അവകാശമുള്ള ഭരണഘടന അവകാശം നൽകുന്ന ഈ രാജ്യത്ത് അതൊരു പൗരന്റെ മൗലിക അവകാശമാണ് ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള. ആ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് ഇത്തരത്തിൽ ക്രൈസ്തവ മത പരിവർത്തനം എന്ന പേര് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിലേക്ക് ആളുകളെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നു
എന്ന് പറഞ്ഞുകൊണ്ട് ബജരംഗ് ദളും ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകളും അതിക്രമം നടത്തുന്നത്. ഈ അതിക്രമം നടത്തുന്ന ആളുകളെ ചേർത്ത് പിടിക്കുകയും അതിക്രമത്തിന് ഇരയാകുന്ന കന്യാസ്ത്രീകളെ മതപരിവർത്തന ലോബികളായി മുദ്രകുത്തി ചാപ്പ കുത്തുകയും ചെയ്യുകയാണ്. കേസരി വാരികയിൽ വന്ന ലേഖനത്തിൽ ഒരു അതിശയവുമില്ല. കാരണം സംഘപരിവാർ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. സംഘപരിവാറിന്റെ നാവായി പ്രവർത്തിക്കുന്ന ഇവിടെയുള്ള ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർ നാഴികയ്ക്ക് 40 വട്ടം ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ, കന്യാസ്ത്രീകളെ, പുരോഹിതന്മാരെ അടച്ചാക്ഷേപിക്കുമ്പോൾ അതേ സമയത്ത് BJP നേതാക്കന്മാർ അരമനകൾ കയറി ക്രിസ്തുമസ് ദിനത്തിൽ കേക്കുമായി അരമനകളിലേക്ക് എത്തുന്നു. ക്രൈസ്തവ ഭവനങ്ങളിൽ സന്ദർശനം നടത്തി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഒരു ഭാഗത്ത് മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ച് ലവ് ജിഹാദ് പോലെയുള്ള കേരളീയ സമൂഹവും കോടതിയും തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ എടുത്തുവെച്ച് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലേക്ക് തീവ്രവാദത്തിന്റെ മതവർഗീയവാദത്തിന്റെ വിഷം തുപ്പി സംഘപരിവാർ BJP നേതാക്കന്മാർ കടന്നു പോവുകയാണ്. മറുഭാഗത്ത് ഇവർ അതേ ആളുകളെ, ക്രൈസ്തവ പുരോഹിതന്മാരെ, കന്യാസ്ത്രീകളെ ആക്രമിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന സംഘപരിവാറിന്റെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ ചേർത്ത് പിടിക്കുന്ന ഭരണകൂടത്തെ നമ്മൾ കാണുകയാണ്. അതേ ആളുകൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ നിറം മാറുകയാണ്. ഓന്തിനെ പോലെ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള നിറം മാറ്റം നമ്മൾ കാണുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേസരി വാരികയിലെ ലേഖനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കേസരി വാരിക RSSന്റെ മുഖപത്രമാണ്. ഓർഗനൈസർ അതിന്റെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഓർഗനൈസർ ഇറങ്ങുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അത് കേസരി ആയിട്ടാണ് ഇറങ്ങുന്നത്. ആ കേസരിയിൽ വിഷം തുപ്പുന്ന ലേഖനങ്ങൾ നിരവധിയായ തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ES ബിജുവിന്റെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷന്റെ ആ ലേഖനത്തെ കാണാൻ കഴിയുന്നത്. ഇതിവർ സ്റ്റേജ് കെട്ടി പറയുന്ന കാര്യമാണ്. കേരളത്തിലെ മതപരിവർത്തനത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ ക്രൈസ്തവ സന്യാസിമാർ ശ്രമിക്കുന്നുണ്ടെന്ന് KP ശശികലയെ പോലെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിരന്തരം പറയാറുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ മുസ്ലിം മതവിദ്വേഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ മുസ്ലിം മതവിദ്വേഷത്തിനോടൊപ്പം തന്നെ ക്രൈസ്തവ മതവിദ്വേഷം കൂടി തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിന്തുണ കൊടുക്കാൻ BJPയുടെ നേതാക്കന്മാർ പരസ്യമായും രഹസ്യമായും ശ്രമിക്കുന്നത്. പക്ഷേ അവിടെയാണ് കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് അവരെ തല്ലാൻ ശ്രമിക്കുന്നു. ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിയാൻ ഇപ്പോഴും ചില ക്രൈസ്തവ മതവിശ്വാസികൾക്കും ക്രൈസ്തവ പുരോഹിതന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ആളുകളാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. ഇനിയെങ്കിലും ഈ അപകടം ഇവർ തിരിച്ചറിയണം. ഇവർ പാലൂട്ടി വളർത്തുന്നത് മൂർഖൻ പാമ്പിനെയാണെന്ന തിരിച്ചറിയാനുള്ള വിവേകം ക്രൈസ്തവ പുരോഹിതന്മാർക്കുണ്ടാകണം. എല്ലാ പുരോഹിതന്മാരുമല്ല, ചില പുരോഹിതന്മാർ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ അടച്ച് അവർക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം ഒരു പുരോഹിതൻ പറഞ്ഞത്, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞത്, ഇവർക്ക് ജാമ്യം ലഭിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട്, അതിനവരെ നന്ദി അറിയിക്കുന്നു എന്നാണ്. അതായത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് ഇവർക്ക് ജാമ്യം ലഭിക്കാൻ ഇടപെടുന്നതെങ്കിൽ രാജ്യത്തെ കോടതികൾക്ക് എന്ത് വിലയാണുള്ളതെന്ന് ഇവർ തിരിച്ചറിയണം. ഇത്തരത്തിൽ ക്രൈസ്തവ മതവർഗീയവാദമെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPയെയും സംഘപരിവാറിനെയും ഇനിയെങ്കിലും തിരിച്ചറിയാൻ ക്രൈസ്തവ മതവിശ്വാസികൾ തയ്യാറാകണം. ഓർഗനൈസറിലെ ലേഖനം, വിഷം തുപ്പുന്ന ലേഖനം വായിച്ച് മനസ്സിലാക്കാനെങ്കിലും പുരോഹിതന്മാരെങ്കിലും തയ്യാറായി അവർക്ക് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. സംഘപരിവാർ സംഘടനകളുടെയും ലക്ഷ്യം ന്യൂനപക്ഷ വിരോധം തന്നെയാണ്, ന്യൂനപക്ഷ ഉന്മൂലനമാണ്. അത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും ഇവരെ BJPയെ താലോലിക്കുന്ന, BJPയെ പ്രണയിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ അത് അവർക്ക് ഗുണകരമാകും. അല്ലെങ്കിൽ ഈ വലിയ വേട്ടയാടലുകൾ, ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന വേട്ടയാടലിനേക്കാൾ വലിയ വേട്ടയാടലുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്.